സോ ഗൈസ് 100 ഇന്റീരിയർ ഹാക്സ് ഇൻ 100 ഡേയ്സ് ഡേ 9. ഇന്ന് നമ്മൾ കിച്ചണിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ആക്സസറീനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടാൻഡം ഡ്രോയേഴ്സ്. എന്താണ് ടാൻഡം ഡ്രോയേഴ്സ് എന്ന് സിംപ്ലി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാ സ്ലൈഡേഴ്സ് അല്ലെങ്കിൽ സാധാ ഡ്രോയേഴ്സിൽ നിന്ന് കുറച്ചും കൂടി വെയിറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഡ്രോയറാണ് സത്യം പറഞ്ഞ ടാൻഡം ഡ്രോയേഴ്സ്. ഇത് നമുക്ക് പല മെഷർമെൻറ്റ്സിൽ നമ്മുടെ റിക്വയർമെൻറ്റ് പോലെ നമുക്ക് കിച്ചണിൽ പ്ലേസ് ചെയ്യാം. ബേസിക്കലി നമ്മൾ കുക്കിംഗ് സോണിൻ്റെ താഴെയാണ് ടാൻഡം ഡ്രോയേഴ്സ് പ്ലേസ് ചെയ്യുക. ഇതിൽ ഏകദേശം 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 70-90 സെൻറ്റിമീറ്റർ വെടുത്തിലൊക്കെയാണ് നമ്മളത് പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ ഒരു ഫസ്റ്റ് അഡ്വാൻറ്റേജ് നോർമൽ ഡ്രോയേഴ്സിനേക്കാളും കൂടുതൽ വെയിറ്റ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഏകദേശം ഒരു 30-60 kg ഒക്കെ നമുക്ക് വെയിറ്റ് ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ ഒബ്വിയസ്ലി കിച്ചൺ ഒരുപാട് യൂട്ടൻസിൽസ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. സെക്കൻഡ് തിങ്, ഇതിൽ നമുക്ക് ഒരുപാട് ഓർഗനൈസേഴ്സ് പ്ലേസ് ചെയ്യാം. പ്ലേറ്റ് ഓർഗനൈസർ അല്ലെങ്കിൽ കട്ട്ലറി ഓർഗനൈസർ ഇതുപോലുള്ള ഒരുപാട് ഓർഗനൈസേഴ്സ് പ്ലേസ് ചെയ്ത് നമുക്ക് എഫക്റ്റീവ്ലി സ്റ്റോറേജ് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. സോ നിങ്ങൾ കിച്ചൺസ് പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും ടാൻഡം ഡ്രോയേഴ്സ് പ്ലേസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഒരുപാട് ഹെവി ലോഡ് യൂട്ടൻസിൽസ് സ്റ്റോറേജ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് ടാൻഡം ഡ്രോയേഴ്സ്.